അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് ഇങ്ങനെ സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് 2 ദിവസത്തെ വ്ളോഗാണ്. അത്യാവശ്യം ലെങ്ത്തുള്ളൊരു വ്ളോഗാണ്. നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്തായാലും ലെങ്ത് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് കാണാണ്ടിരിക്കരുത്. ഫുൾ കണ്ടിട്ട് കമൻറ്റ് ഇടണം. ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണം. അത്രയും കഷ്ടപ്പെട്ട് എടുത്തൊരു വ്ളോഗും കൂടിയാട്ടോ ഇത്. എടുക്കുക മാത്രമല്ല എഡിറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രയാസപ്പെട്ടു. അതുകൊണ്ട് തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം മക്കളെ, പ്ലീസ്. അപ്പം ഞാൻ എന്തായാലും വേഗം ചായ വെക്കുകയാണ്. ഇത് സൺഡേ മൺഡേ, ഈ സൺഡേയും മൺഡേയും ഉള്ള ഒരു വ്ളോഗാണ്. മൺഡേ ഞാൻ ക്ലീനിങ് ഡേ ആയിരുന്നു. സൺഡേ നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. പക്ഷേ ഇന്ന് നമ്മൾ സൺഡേ ഭയങ്കര സ്പെഷ്യൽ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കുറേ വെജിറ്റബിൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഉമ്മയും ഉപ്പയും ഹോസ്പിറ്റലിൽ പോയിട്ട് വരുമ്പോൾ അവർ മന്ത്ലി ചെക്കപ്പിന് പോകുമ്പോൾ ടോപ്പ് നോച്ചിലും കയറും, വെജിറ്റബിൾ ഷോപ്പിലും കയറും. അപ്പോൾ ഒരുപാട് വെജിറ്റബിളും മേടിക്കും, ഒരുപാട് ബേക്കറി ഐറ്റംസും മേടിക്കും. അങ്ങനെയുള്ളൊരു സമയമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും വെജിറ്റബിൾ മേടിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നോൺ വെജ് മേടിച്ചു കഴിഞ്ഞാൽ ഈ വെജിറ്റബിളൊക്കെ അവിടെ കിടക്കും. അതുകൊണ്ട് ഇന്ന് ഞാൻ നോൺ വെജ് ഒന്നും മേടിക്കണ്ട. ഇന്നലെ പക്ഷെ മേടിച്ചിട്ട് വന്നിരുന്ന ഇന്നലെ ഞാൻ വീട്ടിൽ നിന്ന് വന്നിട്ട് എനിക്ക് കുക്ക് ചെയ്യാനൊന്നും മൂടുണ്ടായിരുന്നില്ല. അപ്പോൾ ചോറ് മാത്രമേ ഞാൻ വെച്ചുള്ളൂ. പിന്നെ കറിയൊന്നും വെച്ചില്ല. ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ബിരിയാണി വാങ്ങിച്ചല്ലോ, ഉപ്പാൻ്റെ ബ്രദർ കൊടുത്തത് കേട്ടോ. കണ്ടപ്പം ഏതോ ഒരു സ്പെഷ്യൽ ബിരിയാണി ഉണ്ട്, അപ്പോൾ അത് വാങ്ങിച്ചു കൊടുത്തതായിരുന്നു. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, റാവുത്തർ ബിരിയാണി. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ചിക്കനും ബീഫും വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതായത് മലബാർ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. ചിക്കൻ ഫ്രൈയും ബീഫ് റോസ്റ്റും. ബീഫ് ഭയങ്കര എരിവായതുകൊണ്ട് നമുക്കൊരു എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ രണ്ടും ബാക്കിയുണ്ട്. അപ്പോൾ ഇന്ന് ഫുൾ വെജിറ്റബിളും അതും എടുക്കാൻ വിചാരിച്ചു. പരിപ്പ് ചാറ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറേ നാളായി നമ്മൾ പരിപ്പ് ചാറ് വെച്ചിട്ട്, പക്ഷെ മുരിങ്ങക്കായ കിട്ടിയിട്ടില്ല. മുരിങ്ങക്കായ ഇല്ലാണ്ട് പരിപ്പ് ചാറ് വെക്കാൻ ഒരു ഉഷാറുണ്ടാവില്ല. എന്നാലും ഉള്ള വെജിറ്റബിളൊക്കെ കൂട്ടിയിട്ട് അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വേഗം പോയി ചായ എല്ലാം എല്ലാവർക്കും കൊടുത്ത് ഞാനും അവിടെ ഇരുന്ന് ചായ എല്ലാം കുടിച്ച ശേഷം ഞാനിതാ എൻ്റെ പണിയിലോട്ട് അങ്ങ് കിടക്കുകയാണ്. ഇന്ന് കുറച്ച് വൈകിട്ടോ എണീക്കാൻ വേണ്ടിയിട്ട്. ഇന്നലെ ഭയങ്കര ക്ഷീണമായിട്ട് ഉറങ്ങിപ്പോയത് അറിഞ്ഞതേ ഇല്ല. അങ്ങനെ ക്ഷീണമായി കേട്ടോ എനിക്ക്. അപ്പോൾ കുറച്ചധികം വൈകി എണീക്കാൻ. അങ്ങനെ മോനിക്ക് പാല് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം നമുക്ക് ഇങ്ങനെ കുറച്ച് ഹെൽത്തി പ്രോഡക്റ്റ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ ഒരെണ്ണം പാലിലിട്ട് കുടിക്കാൻ പറ്റുന്നതാണ്. അപ്പം ഞാൻ വേഗം അത് കലക്കിയിട്ട് കൊടുത്തു കേട്ടോ. റാഗി, കൊക്കോ പൗഡർ, നട്ട്സ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ വ്ളോഗിൽ അവരുടെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ആവശ്യമുള്ളവർ വാങ്ങിക്കുക കേട്ടോ. ഇപ്പോൾ ഈ വോട്ട് പ്രമാണിച്ചിട്ട് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് അനൗൺസ്മെൻറ്റുകൾ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ചിലപ്പോൾ ദേഷ്യമൊക്കെ വരുന്നുണ്ട്. നമ്മൾ മെനക്കെട്ട് വന്നിരിക്കും, എന്നിട്ട് ഫുള്ള് ഇതായിരിക്കും. അങ്ങനെ അയൻകുട്ടി കടയിൽ പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് തേങ്ങ, വലിയുള്ളി ഇതൊക്കെ വേണമായിരുന്നു കേട്ടോ. പക്ഷേ നോൺ വെജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല. ഞാൻ വേഗം പരിപ്പ് കുക്കറിൽ ഇട്ടിട്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചെയ്തെടുക്കണം. പതുക്കെ ഞാൻ ടൈം മാനേജ് ചെയ്യുന്നത് ഒന്നാമത് ടെൻഷൻ ഇല്ലാണ്ട് പണിയെടുക്കുമ്പോൾ എനിക്ക് ടൈം കറക്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ ഈ ഒരു സമയം കൊണ്ട് ഇത് തീർക്കണം, എന്നിട്ട് നെക്സ്റ്റ് പരിപാടിയിലോട്ട് കിടക്കണം എന്നുള്ളത്. പിന്നെ ഒരു റൂം ക്ലീനിങ് ഫസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ ഫ്രീ ആയിരിക്കും കേട്ടോ. വീടൊന്ന് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ കുക്കിങ്ങിന് നിന്ന് കഴിഞ്ഞാൽ ടെൻഷൻ ഫ്രീ ആയിരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ കുട്ടികളോടൊക്കെ പറയും വീഡിയോ എടുക്കുകയാണ്, തിരക്കരുത്, തിരക്കി കഴിഞ്ഞാൽ ഉള്ള സമയം കൂടെ വേസ്റ്റ് ആവും എന്നൊക്കെ ഞാൻ പറയും. അവരും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും, വീട്ടുകാരും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കേണ്ട ഒരു ഡിഷാണ് വെച്ചാൽ ഞാനൊരു 3/4 മണിക്കൂർ സമയമെടുക്കും. അപ്പോൾ അതിനനുസരിച്ച് 15 മിനിറ്റ് ഞാൻ മുന്നേ നിൽക്കും. അങ്ങനെയൊക്കെ അങ്ങ് തട്ടിമുട്ടി പോകുന്നുണ്ട്. കാരണം നമ്മുടെ ഫോണ് പല ഭാഗങ്ങളിലോട്ട് ഇങ്ങനെ മാറ്റി വെക്കണം, അത് ഇത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ ഇടയിൽ. അങ്ങനെ രാവിലെ തന്നെ ഞാൻ ഇന്ന് പരിപ്പിച്ചാറ് വെക്കാമെന്ന് വിചാരിച്ചു. പരിപ്പിച്ചാറ് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ദോശമാവ് കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ പുട്ടിൻ്റെ മാവ് ഉണ്ടായിരുന്നു, പിന്നെ കൂർക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ജിമ്മിൽ പോകാൻ നേരത്ത് ഞാൻ എല്ലാം കൂടെ ഒന്നിൽ അങ്ങ് കൊട്ടി വെച്ചിട്ട് പോയതാണ്. അപ്പോൾ നമുക്ക് കൂർക്കൻ ഇന്ന് മാറ്റി വെക്കണം. തണുപ്പ് പോയിട്ട് ഉമ്മ അടിച്ചു തരും. അതായത് കൂർക്കൻ ഇങ്ങനെ തല്ലി തൊലി കളയൂലേ, അങ്ങനെ.
പിന്നെ മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ പരിപ്പിച്ചാറ് പച്ചമാങ്ങയൊക്കെ ഇട്ടിട്ട് വെക്കാന്ന് വിചാരിച്ചു. പയറുണ്ട്, പയറും ക്യാരറ്റും പച്ചമുളക് വലിയുള്ളിയൊക്കെ ഇട്ടിട്ട് തോരനും വെക്കാന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ നമ്മുടെ ഫുഡ് പ്രോസസ്സറിൽ ഇത് ചോപ്പ് ചെയ്തെടുക്കാൻ ഭയങ്കര ഈസിയാണ്. അപ്പം ഞാൻ പെട്ടെന്ന് അതങ്ങ് തട്ടിക്കൂട്ടാ വിചാരിച്ചു. പരിപ്പിച്ചാറിലേക്ക് വേണ്ട കഷ്ണങ്ങളൊക്കെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഉപ്പേരി വെക്കേണ്ടത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം. വഴുതനങ്ങ ഞാൻ ഇവിടുന്ന് അടുത്തുനിന്ന് ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഡെയിലി ഫ്രഷ് ഇവിടെ അടുത്തുള്ള ആ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഉമ്മി എടുത്ത കൊണ്ടുവന്ന വഴുതനങ്ങ ഞാൻ എടുത്തിട്ടില്ല. പക്ഷെ ഇത് നല്ല ഫ്രഷ് കേട്ടോ, നല്ല ഇതുണ്ട്. അപ്പം ഞാൻ ഇതെടുത്തു കറി വെക്കാൻ വേണ്ടിയിട്ട്. നല്ല വലുപ്പം ഉണ്ടായിരുന്നു. പിന്നെ പച്ചമുളക് നേരാക്കി എടുത്ത്, പിന്നെ ഇതാ കുമ്പളങ്ങയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട്, നല്ല കല്ല് കുമ്പളങ്ങ തന്നെ വേണ്ട. ശരിക്കും പറഞ്ഞാൽ സാമ്പാർ വെക്കേണ്ട കുമ്പളങ്ങയാണ്, സാമ്പാർ കോഴിച്ചാറൊക്കെ വെക്കേണ്ട കുമ്പളങ്ങയാണ്. പക്ഷെ നമ്മുടെ വീട്ടിൽ കുറേ ആയി പരിപ്പിച്ചാറ് വെച്ചിട്ട് കേട്ടോ, നല്ലൊരു പരിപ്പിച്ചാറ് വെച്ചിട്ട്, എല്ലാ കഷ്ണങ്ങളും ഇട്ടിട്ടുള്ള ഒരു പരിപ്പിച്ചാറ് വെച്ചിട്ട്. പക്ഷെ മുരിങ്ങക്കായ ഇല്ലാത്തത് ഭയങ്കര മിസ്സായി. പാലക്കാട് ഇതിനെ പുളി പിഴിഞ്ഞ കറിയുന്നോ പുളി ഒഴിച്ച കറിയുന്നോ അങ്ങനെ എന്തോ ഒരു പേരും കൂടെ ഉണ്ട്, ഇത്ര ഞാൻ കേട്ടിട്ടില്ല. ഒരു അമ്മയും മോനും ഉള്ള ഒരു യൂട്യൂബ് ചാനലില്ല, അവരുടെ ഇതിൽ ഞാൻ എപ്പോഴും കാണും കേട്ടോ. ഈ ഒരു പരിപ്പിച്ചാറിനെയാണ് അവർ അങ്ങനെ പറയുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന പരിപ്പിച്ചാറ് സെയിം തന്നെ, പക്ഷെ അവരതിൽ ചേന ഇടുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ ഇതിൽ ചേനയൊന്നും ഇടാറില്ല കേട്ടോ. അപ്പൊ നമ്മൾ കറി വെക്കേണ്ട പാത്രം ഒന്ന് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. എന്ത് പാത്രം എടുക്കുമ്പോഴും ഞാൻ നന്നായി കഴുകിയിട്ട് തന്നെയാണ് കേട്ടോ എടുക്കാറുള്ളത്. കാരണം പാറ്റ, പല്ലി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ അടുക്കളയിൽ. എത്രയൊക്കെ അതിനുള്ള മരുന്നും കാര്യങ്ങളും അടിച്ചു കഴിഞ്ഞാലും ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോ എനിക്ക് അടുക്കള ക്ലീൻ ചെയ്യല് ഭയങ്കര ഒരു വലിയൊരു സംഭവം ഉണ്ട്. അതൊന്ന് ക്ലീൻ ചെയ്യാൻ ഒരു ദിവസം മൊത്തം നിൽക്കണം, എന്നാലേ ഉള്ളൂ സെറ്റ് ആവുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈ ആഴ്ചയിൽ തന്നെ ഒരു ദിവസം ക്ലീൻ ചെയ്തിട്ട് എടുക്കാന്നുള്ളത് കേട്ടോ. പിന്നെ ഇതാ വേഗം കഷ്ണങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് സ്റ്റൗവിൽ വെക്കാം. പൊടികളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ, എന്തൊക്കെ വേണം ഇടണം എന്നുള്ളതൊക്കെ. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ, എന്താണ് എന്നുള്ളത്. നമ്മുടെ വീഡിയോക്ക് ഹൈപ്പ് കൊടുക്കാൻ മറക്കരുത്. പിന്നെ തക്കാളി ഞാൻ ചേർത്തിയെടുക്കുന്നുണ്ട്. പുളി വേണ്ട കേട്ടോ, മാങ്ങ ഇടുന്നോണ്ട് നമുക്ക് ഇതിലോട്ട് പുളി വേണ്ട, ഒരു തക്കാളി വേണം. അങ്ങനെ എല്ലാ കഷ്ണങ്ങളും കഴുകി വൃത്തിയാക്കി അതിലോട്ട് ഇട്ട് പാത്രമൊക്കെ കഴുകി ഞാൻ എടുക്കുകയാണ്. പിന്നെ അതിൻ്റെ അടപ്പും ജസ്റ്റ് ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വെള്ളമായിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. മല്ലിപ്പൊടി ഉണ്ടായിരുന്നില്ല കേട്ടോ, കഴിഞ്ഞിരിക്കുക. ഇനിയിപ്പോൾ ലുലുവിലൊക്കെ പോകണം. നമ്മൾ കഴിഞ്ഞ മാസം മേടിച്ച സാധനങ്ങളൊക്കെ ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട്. ബൾക്കായിട്ട് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഇച്ചിരി മേടിക്കുമ്പോൾ നമുക്ക് തന്നെ അതൊരു ബുദ്ധിമുട്ടാണ് അല്ലേ. എനിക്കാണെങ്കിൽ അടുക്കളയിൽ എപ്പോഴും സാധനങ്ങൾ നിറഞ്ഞ് കാണണം, അത് വല്ലാത്തൊരു പാടാണ്. അപ്പോൾ കഷ്ണങ്ങളിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കണം. അപ്പൊ മല്ലിപ്പൊടിക്ക് ഞാൻ പറഞ്ഞു വിട്ടിട്ടേ ഉള്ളൂ കേട്ടോ, ആളെ ഇവിടെ നിന്ന് ഒരു പാക്കറ്റ് മേടിക്കാൻ വേണ്ടി പറഞ്ഞിട്ട്. പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഞാനിത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മല്ലിപ്പൊടി കൊണ്ടുവന്ന ശേഷം ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. പരിപ്പിച്ചാറിലേക്ക് ഇവിടെ മല്ലിപ്പൊടി ചേർക്കാറുണ്ട്, എല്ലാവരും ചേർക്കാറുണ്ടോ എന്നുള്ളത് എനിക്ക് എന്തായാലും അറിയില്ല. ഞാൻ വേഗം തേങ്ങയൊക്കെ ചിരവാൻ വേണ്ടി നിന്നു. ഫോണിലൊരു പാട്ടൊക്കെ വെച്ചിട്ട് തേങ്ങ ചിരവി എടുത്തു കേട്ടോ. ഒരു ഫുള്ള് തേങ്ങ ഞാൻ ഇതിലോട്ട് എടുത്തിട്ടുണ്ട്, അത്യാവശ്യം വലിയ തേങ്ങയാണ്. അതിന്റെ ഇടയിൽ അയൻകുട്ടിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അല്ല, ട്യൂഷനല്ല, അവന്റെ ഒരു ഫ്രണ്ടിന്റെ ഹൗസ് വാമിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് വേഗം റെഡിയാക്കി എടുക്കുകയാണ്. സാൻഡ്വിച്ച് ആണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ സാൻഡ്വിച്ചിന്റെ എണ്ണം കൂടി വരുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്, കുറയ്ക്കണം. പിന്നെ ഇഡലി ആട്ടല് ഭയങ്കര കമ്മിയാണ്, ഒരു പ്രാവശ്യം അത് ആട്ടിയെടുക്കണം വിചാരിച്ചിട്ടുണ്ട്. ദോശക്ക് പിന്നെ ഇടയ്ക്ക് നമ്മൾ ആട്ടാറുണ്ട്, അല്ലെങ്കിൽ മാവ് മേടിക്കാറുണ്ട്, അങ്ങനത്തെയൊക്കെ ഇതുണ്ട്. നല്ല പച്ചമാങ്ങയാണ് കേട്ടോ, കാണുമ്പോൾ തന്നെ കൊതിയാകുന്ന മാങ്ങ. അങ്ങനെ ബുൾസൈ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അതും ഉണ്ടാക്കുന്നുണ്ട്. ഉപ്പും കുരുമുളകും പൊടിയും ഇട്ടിട്ട് കേട്ടോ, രണ്ടെണ്ണം ഒരുമിച്ച് അങ്ങ് പൊട്ടിച്ചൊഴിച്ചു. അവനക്ക് എന്തായാലും 2 എഗ് വേണം. അപ്പൊ പിന്നെ ഞാൻ ഒന്നിച്ചങ്ങ് പൊട്ടിച്ചൊഴിച്ചു. നെയ്യിൽ നമ്മുടെ ബ്രെഡ് നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുത്തു കൊടുത്തു. ഇങ്ങനെ നെയ്യിൽ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് അത് മാത്രമായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇവിടെ ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ് കേട്ടോ അത് മാത്രമായിട്ട് കഴിക്കാൻ. എഗ് അതിൻ്റെ ഉള്ളിൽ വെക്കണം എന്നൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഒരു ഭാഗത്ത് നമ്മുടെ എന്താ പറയാ എഗ്ഗും ഒരു ഭാഗത്ത് ബ്രെഡും റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പുറത്ത് നമ്മുടെ പരിപ്പിച്ചാറ് വെന്തുകൊണ്ട് പോകുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം, അതാ ഞാൻ ഒരു കടി കടിച്ചിട്ട് അവനക്ക് കൊണ്ടു കൊടുത്തു കേട്ടോ. പിന്നെ ഈ കറിക്ക് നമുക്ക് മാങ്ങ വേണം. ഞാൻ ഇവിടെ ഒരു പീസ് മാങ്ങ ഫുള്ള്, പിന്നെ ഈ മാങ്ങയുടെ അണ്ടിയും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. അത് ഭയങ്കര ടേസ്റ്റാണ്, കറിയിലിട്ടിട്ട് വേവിച്ചിട്ട് അതും ആ കറിയും കൂടെ ആക്കിയിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാ. അപ്പോൾ
ഇത്രയും ക്വാണ്ടിറ്റി കറി ഉള്ളതുകൊണ്ടാണ് ഇത്രയും മാങ്ങ ഇട്ട് കൊടുത്തത്. പിന്നെ അധികം പുളിയില്ലാത്ത മാങ്ങയുമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മോൻ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പുറത്തെ ഒരാൾ പഠിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എക്സാം ഒക്കെ തുടങ്ങാനായില്ലേ, ടെൻഷൻ 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 അല്ലേ. അപ്പൊ ഈ ഒരു കറിയിൽ ഉരുളക്കിഴങ്ങ് വെന്തോന്നാണ് കേട്ടോ നമ്മൾ നോക്കേണ്ടത്. അപ്പോഴേക്കും എല്ലാം വെന്തിട്ടുണ്ടാവും. പിന്നെ വേവിച്ച് വെച്ച പരിപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം പരിപ്പും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ ഒരു ചട്ടി കറി വെച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള കറി മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ബാക്കിയുള്ളത് പൊതുവേ നമ്മളെല്ലാവരും ചാറ് കൂടിയന്മാർ തന്നെയാണ്. പരിപ്പ് ചാറൊക്കെ വെച്ച് കഴിഞ്ഞാണ്ടല്ലോ പെട്ടെന്ന് തീരും. അങ്ങനെ ഒരു തേങ്ങ ഫുള്ളായിട്ട് അരച്ചത് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കട്ടിയായി എടുക്കുക. കുറേ മല്ലിയിലയും കറിവേപ്പിലയും ചേർത്തി കൊടുക്കുക. ചെറിയൊരു തള വരുമ്പോഴത്തേക്കും നമ്മൾ താളിപ്പ് റെഡിയാക്കണം കേട്ടോ. വെളിച്ചെണ്ണയിൽ കടുക്, ജീരകം, ചെറിയുള്ളി, പിന്നെ വെളുത്തുള്ളിയും കറിവേപ്പിലയും മല്ലിയിലയൊക്കെ ഒന്ന് തൂമിച്ചിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒഴിച്ച് ഇതുപോലെ അങ്ങ് അടച്ച് വെച്ചിട്ട് കഴിക്കാൻ നേരത്ത് മാത്രം തുറന്നാൽ മതി. അപ്പോഴുള്ള അതിന്റെ മണം അതിൽ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ വേഗം പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ഒന്ന് ചിരവിയും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി തേങ്ങയൊക്കെ ചിരവി സെറ്റാക്കിയിട്ട് പുട്ട് കഴിക്കണവർക്ക് പുട്ട് കൊടുക്കുക, ദോശ കഴിക്കണവർക്ക് ദോശ കൊടുക്കാന്ന് വിചാരിച്ചു. ദോശമാവ് കുറവേ ഉള്ളൂ. ഇക്കാക്ക് എന്തായാലും ദോശ വേണ്ടി വരും. ഇക്ക പുട്ട് കഴിക്കൂല. പുട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ കുറെ പറഞ്ഞിട്ടുണ്ട് ബീഫോ ചിക്കനോ വേണം എന്നുള്ളത്. മഷ്റൂം ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മളിതാ വേഗം പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നു. പുട്ടുണ്ടാക്കുമ്പോൾ എനിക്ക് എപ്പോഴും ആ തട്ടിമുട്ടിയിലത്തെ മീനാക്ഷിയുടെ ഡയലോഗ് ഓർമ്മ വരിക. പുട്ടുണ്ടാക്കാൻ അറിയോയിക്കുമ്പോ കോലിട്ട് കുത്തി അപ്പുറത്തോട്ട് തള്ളിയിട്ടാ പോരെ എന്ന് ചോദിക്കില്ലേ നമ്മൾ. പക്ഷെ ഇവിടെ ചിരട്ടപ്പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉപ്പാക്ക് കൊടുത്തു. അയൻകുട്ടി സാൻഡ്വിച്ച് കഴിച്ചു. അവനക്ക് പിന്നെ എന്തുണ്ടെങ്കിലും സാൻഡ്വിച്ച് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. അങ്ങനെ പഴമൊക്കെ എടുത്താണ്ട് കൊടുത്തു. ഉപ്പാക്ക് പഴം മതി പറഞ്ഞു. കടലക്കറി ഉണ്ടായിരുന്നു കേട്ടോ, വേണ്ടാന്ന് പറഞ്ഞു. റിഹാനും ഞാനൊക്കെ കടലക്കറി കൂട്ടിയിട്ട് കഴിച്ചു. ഉമ്മയും ഇക്കയും ദോശയും പരിപ്പ് ചാറും കഴിച്ചു. നല്ല നെയ്യിട്ട് മുരിച്ച ദോശ ഓർ പരിപ്പ് ചാറ്. ഇക്ക അവിടെ വന്ന് നിന്നത് ഞാൻ അറിഞ്ഞേ ഇല്ല. ശരിക്കും ഞാൻ പേടിച്ചിട്ടോ. അപ്പൊ അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരികയാണ്. ഞാൻ കണ്ടില്ല അതിന്റെ അടുത്ത് വന്ന് നിന്നത്. ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് തിരിഞ്ഞപ്പോ അത് നല്ല തിളച്ച കറി കൊണ്ട് തിരിഞ്ഞപ്പോ എന്തോ ഭാഗ്യത്തിന് താഴെ വീഴാത്തത്. അല്ലെങ്കിൽ എന്റെ കാലും പോയി മൂപ്പരുടെ കാലും പോയിട്ടോ. അങ്ങനെ വേഗം എല്ലാം വിളമ്പി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു പാത്രത്തില് ഫുള്ള് കറിയും ഒരു പാത്രത്തില് ചോറാണ് കേട്ടോ. ചോറല്ല, ദോശയാണ് കേട്ടോ. അപ്പൊ എന്നോട് പറയാ ഇങ്ങനെയാണ് ആരോ പട്ടന്മാരോ ആരോ കഴിക്കുക ഇങ്ങനെയാണ് ഇത്ര. ഒരു ഇതില് ഫുള്ള് കറി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ദോശ ഇങ്ങനെ പിച്ചിട്ട് ഇങ്ങനെ കഴിക്കും. പക്ഷെ ഞാനൊരു യൂട്യൂബേഴ്സിന്റെ ചാനലിൽ കണ്ടിട്ടുണ്ട്. അവരിങ്ങനെ പ്ലേറ്റിലോട്ട് ദോശ, സാമ്പാർ, ചട്നിയൊക്കെ ഒഴിച്ചിട്ട് കയ്യില് ദോശ പിടിച്ചിട്ട്, ദോശയല്ല സാമ്പാർ ചട്നിയൊക്കെ ഒഴിച്ചിട്ട് കയ്യില് ദോശ പിടിച്ചിട്ട് അവരിങ്ങനെ പിച്ചിട്ട് ഇങ്ങനെ കഴിക്കണം. ഞാനൊരു യൂട്യൂബർ ഫാമിലിയിൽ കണ്ടിട്ടുണ്ട്. ഫാമിലി വ്ളോഗൊക്കെ ചെയ്യുന്നത് കേട്ടോ. അനന്തൂസ് വ്ളോഗോ അങ്ങനെ എന്തോ അതിലാണ് കണ്ടേക്കുന്നത് തോന്നുന്നു. അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ചായ വെച്ചിട്ടുണ്ട്. പാത്രങ്ങൾ കുറെ കഴുകാനുണ്ടായിരുന്നു. പിന്നെ രാവിലെ തന്നെ കറി വെക്കൽ കഴിഞ്ഞതുകൊണ്ട് വലിയൊരു സംഭവം തീർന്ന പോലെ എനിക്കൊരു ഫീല് തോന്നിയിട്ട് ഉച്ചയ്ക്കും രാത്രിക്കും ഒക്കെ ഞാൻ കറി എടുക്കാലോ, പിറ്റേ ദിവസം ബാക്കി വന്നാൽ അപ്പോഴും എടുക്കാലോ, പ്രശ്നമല്ലല്ലോ, പരിപ്പിച്ചാറല്ലേ. അങ്ങനെ ഞാൻ പാത്രങ്ങൾ വേഗം കഴുകിയെടുത്തു. പിന്നെ കൂർക്ക ഉമ്മ തല്ലിത്തരും. മറ്റേ പയറും കാര്യങ്ങളൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം. അപ്പൊ അതിന് മുമ്പായിട്ട് ഞാൻ ചായ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചായ വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, പൊടിയിടല് അങ്ങനത്തെയൊക്കെ ചെയ്ത് എടുക്കണം. സമോവർ ടീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്മുടെ ഷെഫ് പിള്ള പറയുന്ന ഒരു വീഡിയോ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നില്ലേ. കുറെ പേര് എനിക്കത് അയച്ചു തന്നു കേട്ടോ. പക്ഷെ എന്റെ ചായ കുടിക്കാൻ ടേസ്റ്റാണ്. ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും എന്റെ ചായക്ക് ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ടേസ്റ്റ് ഇല്ലാത്ത ചായ ഒന്നുമല്ല. അങ്ങനെ ചായക്ക് പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഞാൻ വേഗം വാഷിങ്ങിന് ഇട്ടു. ഒരു വാശേ ഉള്ളൂ കേട്ടോ. ഇന്നലെ ഇക്ക നേരത്തെ വന്നതുകൊണ്ട് ഇക്കാന്റെ ഡ്രസ്സൊക്കെ നേരത്തെ അലക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സൺഡേ നമുക്ക് ഇന്ന് ഒരു വാശേ ഉള്ളൂ. മൺഡേ നോക്കുമ്പോഴും ഒരു വാശിനെ ഉള്ളൂ കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ വേഗം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചായന്റെ വെള്ളത്തിൽ പൊടിയൊക്കെ ഏകദേശം ഇറങ്ങിയിട്ടുണ്ട്. പാൽ ഒഴിച്ചിരുന്നില്ല കേട്ടോ. അപ്പൊ ഞാൻ വേഗം പോയിട്ട് പാലൊക്കെ ഒഴിച്ചു. റിഹാനക്കും ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ചായ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനക്കും കൂടെ ഉള്ളത് ചേർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായക്ക് റെഡിയായി. ഇനി ചായ കുടിക്കട്ടെ. നമുക്ക് കുറേ കമന്റ്സ് വന്നിട്ടുണ്ട്, അതിനൊക്കെ റിപ്ലൈ തരണം അല്ലേ. 1 വീക്കായിട്ട് ചുമയാണ്, നല്ല ബുദ്ധിമുട്ടാണ്, ബ്രീത്ത് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ജിനി തടി കുറഞ്ഞിട്ടുണ്ട്. ബിരിയാണി റെസിപ്പി ഉണ്ടാക്കുമ്പോൾ മ്യൂസിക് ഇടാതെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. മ്യൂസിക് ഇട്ടതെന്നോ
ഓക്കെ, താങ്ക് യു സോ മച്ച്. അത് എനിക്ക് വർത്താനം പറയാനേ ഞാൻ ക്ഷീണിച്ച് കാരണം മ്യൂസിക് ഇട്ടതാണ് കേട്ടോ. അതിൽ ചില ആൾക്കാരൊക്കെ ചെയ്യണ കണ്ടിട്ടുണ്ട്, ചില ആൾക്കാർ വെറും മ്യൂസിക് മാത്രം ചെയ്യണ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നല്ല ക്ഷീണിച്ചു പോയിട്ട്. അപ്പോൾ ക്ഷീണിക്കുന്ന സമയത്തൊക്കെ ഞാൻ ചിലപ്പോൾ മ്യൂസിക്കൊക്കെ കുത്തിക്കയറ്റും. നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ. താങ്ക് യു. അപ്പോൾ എന്തായാലും ചുമയൊക്കെ മാറാൻ അതിൻ്റെതായ ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ എടുക്കുക, എല്ലാം കെയർ ചെയ്യുക. തണുത്തതൊന്നും കഴിക്കാണ്ടിരിക്കുക. പക്ഷെ ചുമയും ജലദോഷമുള്ള സമയത്താണ് നമുക്ക് അതൊക്കെ കഴിക്കാൻ തോന്നുക അല്ലെ. പിന്നെ കുറേ ആയി ഞാൻ വീട്ടിൽ കസ്റ്റാർഡ് ഉണ്ടാക്കിയിട്ട്, ഒരുപാടായി. അപ്പൊ ഇന്നൊന്ന് ഉണ്ടാക്കാൻ ഒരു പൂതി, പാലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് പൂതിയിട്ട്. അങ്ങനെ പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കസ്റ്റാർഡിന്റെ പൗഡർ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരിച്ചിട്ടാണ് ഞാൻ എപ്പോഴും എടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് അരിച്ചെടുക്കും, അപ്പൊ കട്ടകളൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ പാലിലോട്ട് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പാല് തിളച്ച് വന്നപ്പോൾ കൈയെടുക്കാണ്ട് ഇളക്കണം കേട്ടോ കസ്റ്റാർഡിന്റെ മിക്സ് ഒഴിക്കുമ്പോൾ. അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയിലാണ് ഞാൻ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചു കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് വരും എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. പക്ഷെ ഞാനത് ചെയ്യാറില്ല കേട്ടോ. തണുത്ത ശേഷം കേട്ടോ, ചൂടോടെ പോയി അടിക്കരുത്. അങ്ങനെ ഇതാണ് ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ചൂടാറിയ ശേഷം ഞാൻ ഫ്രീസറിൽ കൊണ്ടുപോയി വെക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ നമുക്ക് അത്യാവശ്യം തണുപ്പിൽ കിട്ടുമല്ലോ. ഇനിയിപ്പോ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് പയറൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം. ഉമ്മ അവിടെ കൂർക്ക നന്നാക്കി എടുക്കുന്നുണ്ട്. തല്ലിയിട്ട് ഫുള്ള് തൊലി പോയിട്ടില്ല, അപ്പം ആള് നന്നാക്കി എടുക്കുന്നുണ്ട്. അപ്പോഴാണ് മുറ്റത്തുനിന്നൊരു സൗണ്ട്, ചേച്ചി ഈ പാത്രം ഒന്ന് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ. ഞാൻ കുറെ വേണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആള് ഭയങ്കര മാർക്കറ്റിംഗ് അറിയുന്ന ഒരാളാണ്. അപ്പൊ നമ്മള് വലിയ വലിയ മാളിലൊക്കെ ഒത്തിരി ക്യാഷ് കൊണ്ടുപോയിട്ട് ചെലവാക്കുന്നതല്ലേ. അപ്പൊ ഇതുപോലെ നമ്മളെ വീടൊക്കെ തേടി വരുന്ന ഇതുപോലെ കുറേ ആൾക്കാരുണ്ടാവും. പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുക. നമ്മളെപ്പോഴൊന്നും മേടിക്കാറില്ല, പക്ഷെ ജെന്യൂനായിട്ട് തോന്നുന്ന ആൾക്കാരിനെയൊക്കെ നമ്മൾ ഹെൽപ്പും ചെയ്യാറുണ്ട് കേട്ടോ. ഇതുപോലെ അങ്ങനെ നമ്മൾ ആ ഒരു സംഭവം മേടിച്ചു. ഞാൻ വീഡിയോയിൽ കാണിക്കാം. പിന്നെ പേയ്മെന്റ് ഒക്കെ ചെയ്തു, അവർ പോവുകയും ചെയ്തു കേട്ടോ. നമ്മളൊരു അങ്ങനെ ചാനൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു സന്തോഷം അവർക്ക്. പ്രത്യേകിച്ച് ആ പയ്യന് കേട്ടോ, അതിൽ നിൽക്കാനും ടാറ്റ പറയാനും ഒക്കെ ഭയങ്കര ഒരു സന്തോഷം. അപ്പോൾ പിന്നെ നമ്മളത് മാക്സിമം പ്രൊമോട്ട് ചെയ്യണമല്ലോ. ഒരാൾക്ക് ഇങ്ങനെയൊക്കെ സന്തോഷം കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുക. അവർക്ക് നമ്മുടെ ഒരു ചിരിയിൽ ഒരാൾക്ക് സന്തോഷം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, നമ്മുടെ സംസാരത്തിൽ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. ഇത്രയും ജെന്യൂൻ ആയിട്ടുള്ള ഒരു പയ്യനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത്രയും നിഷ്കളങ്കൻ. അവൻ ഈ വീഡിയോ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അത്രയും നിഷ്കളങ്കനായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും കാണുന്നതാണ് തോന്നുന്നു കേട്ടോ. അപ്പൊ എന്തായാലും അവര് പോയ ശേഷം ഞാൻ പയറൊക്കെ ഒന്നെടുത്ത് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തു. ഇതിൽ ചോപ്പ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് കറക്കുക, പിന്നെ ഓഫാക്കുക, ഒന്ന് കറക്കുക, ഓഫാക്കുക, അങ്ങനെ തന്നെ ആക്കണം. എന്നാലേ നമുക്ക് ആ കുഞ്ഞായിട്ട് കിട്ടുള്ളൂ. പെട്ടെന്ന് ഒരുമിച്ച് അങ്ങോട്ട് കറക്കി കഴിഞ്ഞാൽ ആകെ പേസ്റ്റ് പോലെ ആയി പോകും കേട്ടോ. പിന്നെ ഇതാ മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, അപ്പുറത്ത് ചോറ് വെച്ചിട്ടുണ്ട്. നമ്മുടെ പയറും ഇതും തോരൻ വെക്കാനുള്ളത് ഇതിലോട്ട് കൊട്ടി കൊടുത്തിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കുക. പകുതി ഒരു വേവാകുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വെറുവെറുന്നനെയുള്ള നമ്മുടെ തോരൻ റെഡി കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാ വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ വേവാനുണ്ട്. ഒരു 3 സ്പൂണ് ഇതിലോട്ട് ഞാൻ തേങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എഗ്ഗ് ചേർക്കണമെങ്കിൽ ചേർക്കാട്ടോ, ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ അതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വെന്ത് വരട്ടെ. അപ്പോഴത്തേക്കും ഉമ്മ ഇതാ ഇങ്ങനെ ക്ലീൻ ആക്കി തന്നിരുന്നു. ഇനി ഇതിനൊന്ന് കട്ട് ചെയ്യണം. ഇത് ഞാൻ ചോപ്പറിൽ ഇടൂല കേട്ടോ. ചോപ്പറിൽ ഇട്ട് ആകെ കേട് വന്നു പോകും. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഉപ്പേരി കേട്ടോ കൂർക്ക പറഞ്ഞപ്പോ തെറ്റിപ്പോയി. ഇക്കാക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൂർക്ക. അപ്പൊ നമ്മള് വേഗം ഇതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഉപ്പേരിയും വെന്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കറി, ഉപ്പേരി, ചോറ് ഇതെല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ട്. അതുപോലെ ഉപ്പേരി ഒന്ന് വാങ്ങി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് മാങ്ങ ബാക്കിയുണ്ടല്ലോ. അപ്പൊ ഞാൻ ആ മാങ്ങ വെച്ചിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കാന്നുള്ള ഒരു പ്ലാനും കൂടി ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് മുമ്പായിട്ട് ഞാൻ ഇവിടേക്ക് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗ്യാസും സ്റ്റൗവും എല്ലാം ഒന്ന് തുടക്കണ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് പാത്രങ്ങളും ഉണ്ടായപ്പോൾ ഞാൻ അതും കഴുകാൻ വിചാരിച്ചു. അതിന് മുമ്പായിട്ട് കൂർക്കനെ ഒന്ന് കഴുകിയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. കൂർക്ക എത്ര
എത്ര കഴുകിയാലും എത്ര നീറ്റാക്കിയാലും പൊടി കടിക്കും അല്ലേ. അതാണ് ഒരു വല്ലാത്തൊരു പാട്. കുറേ പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയും പൊടി കടിക്കുമെന്ന് എനിക്കറിയില്ല. ഇല്ല, കടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉപ്പേരി വെച്ച് ഞാൻ കഴിച്ചതല്ലേ. അങ്ങനെ കുക്കറിൽ ഞാൻ ഒരു വിസിൽ എന്തായാലും അടുപ്പിക്കും. ഉപ്പ് ഇട്ടിട്ട് മാത്രമാണ് അടുപ്പിച്ചത്. മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. മഞ്ഞൾപ്പൊടി ഇടണം എന്ന് പറയണേക്കാട്ടോ. അപ്പൊ ഞാനിതാ കുക്കറിൽ ഒരേ ഒരു വിസിൽ അടുപ്പിച്ചെടുത്തിട്ട് നമ്മൾ ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. വേവിനൊന്നും ഒരു കുറവും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ കുറച്ച് പാത്രം വീണ്ടും കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ തേങ്ങയും മാങ്ങയൊക്കെ ഇട്ടിട്ടുള്ള, അതായത് പച്ചത്തേങ്ങ, പച്ചമാങ്ങ, പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് ഉപ്പ് ഇട്ടിട്ട് ഒരു ചമ്മന്തി അരച്ചെടുക്കാം കേട്ടോ. ഇത് നല്ല ഉഷാറുള്ള ചമ്മന്തിയാണ്. ചോറിലേക്ക് ഇത് മാത്രം മതി എന്ന് തോന്നിപ്പോവും, അങ്ങനത്തെ ഒരു ചമ്മന്തിയാണ്. അപ്പോൾ 2-3 പീസ് കടിക്കാനെങ്കിലും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടാട്ടോ മാങ്ങ ചമ്മന്തിയൊക്കെ. റെഡ് കളറും ഇഷ്ടമാണ്, ഇതും ഇഷ്ടമാണ്. ചെമ്മീനിലിട്ടിട്ട് അരയ്ക്കുന്നതും ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വേഗം വേസ്റ്റ് ഒക്കെ ഒന്ന് കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. അതിന് മുമ്പായിട്ട് തുടയ്ക്കണം, കുളിക്കണം. തുടയ്ക്കൽ ഇല്ല, ഞാൻ സൺഡേ ഒരുപാട് ടൈം ആയപ്പോൾ ഞാൻ തുടച്ചില്ല കേട്ടോ. കുളിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു. വേഗം വേസ്റ്റ് ഒക്കെ ഒന്ന് കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ശരിക്കും ഒരു 1.25 മണിക്കൂർ ഇരുന്നിട്ട് വോയിസ് ഓവർ കൊടുക്കേണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഞാനിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പല ടൈമുകളിലായിട്ട് കൊടുത്ത ഒരു വീഡിയോ ആണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ചാനലിലെ ഏറ്റവും വലിയൊരു വീഡിയോ ആണ് ഇത് എന്നാണ് തോന്നുന്നത്. അപ്പം എന്തായാലും കൂർക്കുപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയിലോട്ട് ചെറിയ ഉള്ളി, പച്ചമുളക്, ചുവന്ന ഉള്ളി, കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായി താളിച്ച് വേവിച്ച കൂർക്കയും ഉപ്പിൻ്റെ കമ്മി ഉണ്ടായിരുന്നു, ഉപ്പ് ഇട്ട് കൊടുത്തു. ഈ സമയത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ സംഗതി സെറ്റ്. അങ്ങനെ കൂർക്കുപ്പേരി റെഡി ആയിട്ടുണ്ട്. ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇന്നലെ വാങ്ങിച്ച ചിക്കനിൽ ബാക്കി ഉണ്ടായിരുന്നു. ബീഫ് നമ്മൾ ഇന്നലെ തന്നെ ഫുള്ള് തീർത്തിട്ടുണ്ട്. അത് പിന്നീടാണ് എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ ഒരു ബോക്സ് ചിക്കൻ ഫുൾ ബാക്കിയുണ്ട് കേട്ടോ. 2 ബോക്സാണ് വാങ്ങിച്ചത്. അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ടും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ കുളി കഴിഞ്ഞ് വന്നിട്ടാട്ടോ നമ്മൾ ഇതിനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത്. ചോറ് ഇതാ ഊറ്റിയെടുക്കുന്നുണ്ട്. വേവിച്ചിട്ട് പോയതാണ്. അത്യാവശ്യം സമയമായിട്ടുണ്ട്. പിന്നെ നമ്മൾ കസ്റ്റാർഡ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ മിക്സും കാര്യങ്ങളൊന്നും റെഡിയാക്കുന്നില്ല. അങ്ങനെ നമ്മൾ മിക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അതിലേക്കുള്ള ഫ്രൂട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് മുറിച്ചെടുക്കുകയാണ്. നമ്മുടെ കയ്യിൽ ഒരുപാട് ഫ്രൂട്ട്സ് ഒന്നും ഇല്ല കേട്ടോ. അതായത് കാഷ്യൂ, പിന്നെ ഈത്തപ്പഴം, പഴം, ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് മാത്രം ഇട്ടിട്ടും നമുക്ക് കസ്റ്റാർഡ് ഉണ്ടാക്കാം കേട്ടോ. ടേസ്റ്റ് ആണ്. അപ്പോൾ നമ്മളിതാ പുറത്തെടുത്തിട്ടുണ്ട്. അതിലോട്ട് പഴവും പിന്നെ ഉള്ളത് കുറച്ച് നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ അതിലോട്ട് സ്പെഷ്യലായിട്ട് ചേർത്തത് നമ്മുടെ മാംഗോ എസെൻസ് ആണ് കേട്ടോ. വാനില എസെൻസ് ചേർത്താലും ടേസ്റ്റ് ആണ്. ഞാൻ മാംഗോ ചേർത്തു. പിസ്ത ചേർത്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചേർത്തിട്ട് ഒരു മാംഗോ ഫ്ലേവറൊക്കെ വന്നിരുന്നു ഇടയ്ക്ക്. അങ്ങനെ നമ്മൾ വീണ്ടും ഫ്രീസറിൽ തന്നെ കൊണ്ടുവച്ചു. നമ്മൾ കഴിക്കണ നേരം കൊണ്ട് ഒന്നുകൂടെ തണുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. കസ്റ്റാർഡ് പൊതുവേ തണുപ്പ് വേണമല്ലേ. പിന്നെ ഇതെന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും, ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ അത് കറിയിൽ നിന്നും മാറ്റി വെച്ചിട്ടുണ്ട്. കറിയിൽ കിടന്ന് ഉടയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മൾ പരിപ്പിച്ചാറൊക്കെ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൊണ്ട് നിരത്തി വെക്കാം. ഞാൻ കുറുക്കുപ്പേരി വെച്ചു, ഉപ്പേരി വെച്ചു, പരിപ്പ് ചാറ് കൊണ്ടുവച്ചിട്ടുണ്ട്, മാങ്ങ, തൈര്. ഇനി എല്ലാവർക്കും കഴിക്കേണ്ട പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അയൻകുട്ടി അവന്റെ ഫ്രണ്ടിന്റെ ഹൗസ് വാമിങ്ങിന് പോയതാണ്, അവന് ലഞ്ച് കഴിക്കാൻ ഉണ്ടാവില്ല. പിന്നെ ചോറ് കൊണ്ടുവച്ചു, ചിക്കൻ ഫ്രൈ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മാങ്ങ അച്ചാറും അതുപോലെ മാങ്ങ ചമ്മന്തിയും കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ, എല്ലാവരും കൂടെ ഫുഡ് വിളമ്പുക, കഴിക്കുക. അപ്പൊ ഞാൻ റിഹാൻക്ക് ചിക്കൻ ഫ്രൈ ഒക്കെ പ്ലേറ്റിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം കറി ഒഴിച്ചു കൊടുത്തു. പിന്നെ ഉപ്പേരി ഇട്ട് കൊടുത്തു. അവനെ വെജിറ്റബിളൊക്കെ കഴിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ വിളമ്പി അതിലോട്ട് ഇട്ട് കൊടുത്താൽ തന്നെയുള്ളൂ. അവനായിട്ട് എടുത്ത് കഴിക്കൊന്നുമില്ല. എന്നാലും പിന്നെയും കുറെ മാറ്റമുണ്ട് കേട്ടോ പണ്ടത്തെ അപേക്ഷിച്ച്. വെജിറ്റബിൾ സദ്യയൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കൂർക്ക കണ്ട് സന്തോഷത്തിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. വല്ല മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, അല്ലെ ബീഫ് ബിരിയാണി ഒക്കെ കണ്ട പോലെ ആണ് നിൽക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡെല്ലാം കഴിച്ച് പിന്നെ പാത്രം കഴുകി. അതിന് ശേഷമാണ് നമ്മൾ കസ്റ്റാർഡ് എടുത്ത് കഴിക്കുന്നത് കേട്ടോ. അല്ല, പാത്രം കഴുകുന്നതിന് മുമ്പ് തന്നെ ഞാൻ എല്ലാവർക്കും വിളമ്പി കൊടുത്തു. എന്നിട്ട് ഞാൻ പാത്രം കഴുകിയത്. എനിക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഫോണും നോക്കി ഇങ്ങനെ പതുക്കെ ഇരുന്ന് കഴിക്കണതാണ് പൊതുവേ ഇഷ്ടം. ഇങ്ങനത്തെ സ്വീറ്റ് എന്താണെങ്കിലും അങ്ങനെ വേഗം പാത്രങ്ങളൊക്കെ കഴുകിയെടുത്ത് അവർക്കെല്ലാം കസ്റ്റാർഡ് കൊടുത്തു. പിന്നെ ഞാനും കസ്റ്റാർഡ് എടുത്തിട്ട് എന്ത് ചെയ്തു, റൂമിൽ പോയിട്ട്
ഇങ്ങനെ ഫോണൊക്കെ നോണ്ടി ഇങ്ങനെ കഴിച്ച് ഉറങ്ങി എണിച്ച് വൈകുന്നേരമാണ് കേട്ടോ ഇത്. ഇന്നലെ ഉറങ്ങുകയും ചെയ്തില്ല. അപ്പൊ അയാളുടെ മസിലും കാര്യങ്ങളൊക്കെ കണ്ട് ഞാൻ ഞെട്ടി ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ. പിള്ളേരോട് എന്തിനാ ഇങ്ങനെയൊക്കെ ബോഡി ആക്കുന്നേന്നൊക്കെ പറഞ്ഞപ്പോ അവര് വെയിറ്റ് എടുക്കുന്ന ആൾക്കാരാണ്, അവർക്ക് അങ്ങനെ ആക്കണം എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ വായടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം അയൻകുട്ടി അതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. പിന്നെ ഉമ്മ ഈ ഒരു സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു കേട്ടോ. അതായത് കുറേ ബേക്കറി ഐറ്റംസ് ടോപ്പിന് വെച്ചിട്ടാണ് കൊണ്ടുവരാറുള്ളത്. അപ്പൊ അതിൽ കൊണ്ടുവന്നില്ല കേട്ടോ. അപ്പൊ ഞാൻ 2 കവറിൽ തന്നെ വെച്ചു. ഈ 2 രീതിയിലുള്ള പൊട്ടാറ്റോ ചിപ്സ് ഉണ്ട്, പിന്നെ കടലയുണ്ട്, മസാല കടലയുണ്ട്, അല്ലാത്ത കടലയുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള മൈസൂർ പാക്ക്, ഇത് ഞാൻ എൻ്റെ പാർട്ട്നേഴ്സിന് വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. 2 പേരാ കഴിച്ചത് തോന്നുന്നു. 2 പേർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ. വേറെ കഴിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ഇനി പോകുമ്പോൾ മേടിച്ചിട്ട് പോകണം. അത്യാവശ്യം ക്യാഷ് ഉണ്ട് കേട്ടോ, അതിന് നല്ല റേറ്റ് വരുന്നുണ്ട്. പിന്നെ കുഞ്ഞു ജിലേബി, ഇതും നല്ല ടേസ്റ്റാണ്. അങ്ങനെ അത് 2ഉം ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് നംകീൻ എന്തായാലും നിർബന്ധം. മധുരം ഉണ്ടെങ്കിൽ ഉപ്പുള്ള സാധനം നിർബന്ധമാണ്, അല്ലെങ്കിൽ ചായക്ക് മധുരം ഉണ്ടാവില്ല എന്ന് പറയും ഇവിടെ. എനിക്കാണെങ്കിൽ ചായൻ്റെ കൂടെ മധുരമുള്ള ഐറ്റംസ് കഴിക്കണം. അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കട്ടൻ ചായ കുടിക്കുകയാണെങ്കിൽ കട്ടൻ ചായയിൽ മധുരം ഇല്ലെങ്കിലും കയ്യിൽ ഒരു പീസ് ഹലുവിൻ്റെ കഷ്ണം ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പി ടോ. അങ്ങനെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അവരിങ്ങനെ നോക്കുന്നിട്ട് ഞാൻ കഴിക്കണ കണ്ടിട്ട്, അതായത് ചായൻ്റെ കൂടെ മധുരം കഴിക്കണ കണ്ടിട്ട് അവർ നോക്കൂട്ടോ, ഇതെങ്ങനെ സാധിക്കുന്നു പറഞ്ഞിട്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. മലപ്പുറം ആ സൈഡിലോട്ട് എല്ലാവർക്കും ഇഷ്ടമാണ് തോന്നുന്നു. എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ചായക്ക് കടി ഉണ്ടാവൂലേ ചോദിച്ചിട്ട്. ഇവിടെ അങ്ങനത്തെ ഒരു ശീലമല്ല കേട്ടോ. ഞങ്ങൾ ബേക്കറി ഐറ്റംസ് രാവിലെ ഒന്നും കഴിക്കൂല, വൈകുന്നേരം കഴിക്കുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. പിള്ളേർ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഉമ്മയും ഉപ്പയും എല്ലാവരും വന്നിട്ടുണ്ട്. ഞാൻ വേഗം ചായ എല്ലാം എടുത്തിട്ട് ഇനി ചായ കുടിക്കണം, ചായ ഉണ്ടാക്കിയിട്ട് കേട്ടോ. അങ്ങനെ തടി കുറഞ്ഞ് സുന്ദരിയായി എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. കോട്ടോപ്പാടത്തിന്റെ ഹൃതിക് റോഷൻ. അത് ഞങ്ങളുടെ പാർട്ട്ണറിനെ ഇന്നലെ ഞാനൊന്ന് ട്രോൾ ചെയ്താണ് കേട്ടോ. ഞാനും ഇങ്ങനെ തന്നെ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ നെയ്ച്ചോറ് ഉണ്ടാക്കി വെക്കും. ഭയങ്കര സുഖമാണ് അത്. അങ്ങനെയാണെങ്കിൽ കറി, ഉപ്പേരി, പപ്പടം പൊരിച്ച്, മീൻ പൊരിച്ചത് ഇങ്ങനെയൊക്കെ ചെയ്യണേക്കാട്ടും നല്ലത് നെയ്ച്ചോറും കോഴിയോ അല്ലെങ്കിൽ ബിരിയാണിയോ അതിനാകുമ്പോൾ ഒരു സാലഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പണി കഴിഞ്ഞു അല്ലേ. എനിക്കും അത് തന്നെയാണ് കേട്ടോ ഈസി. ഉപ്പ കഴിക്കുമോ എന്ന് ആദ്യം ചോദിക്കും ഞാൻ, എന്നിട്ട് നമ്മൾ മെനക്കെട്ടാൽ മതിയില്ല. ഉപ്പാക്ക് കഴിക്കാൻ ഒരു മൂഡില്ലെങ്കിൽ പിന്നെ ചോറും കറിയും ഉപ്പേരി മാത്രം ഉണ്ടാക്കും. ഇപ്രാവശ്യം ഞാൻ എന്ത് ചെയ്തു, ഉണ്ടാക്കിയിട്ട് ഞാൻ പോയി ചോദിച്ചു, ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾ കഴിക്കുമോ? ഇല്ലെങ്കിൽ ഞാൻ ചോറും ഉപ്പേരിയൊക്കെ വെക്കാറുണ്ടപ്പോൾ ഉപ്പ വേണ്ട, ഇനിയിപ്പോ എനിക്കായിട്ട് വെക്കൊന്നും വേണ്ട, ഞാൻ കഴിക്കാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നമ്മള് ഹാപ്പിയായി. അങ്ങനെ എൻ്റെ ബ്രോ ഗൾഫിൽ ഇങ്ങനെ 1 പോട്ട് ബിരിയാണിയാണ് ഉണ്ടാക്കാറ്. പക്ഷെ ഞാൻ ഇങ്ങനെ നോക്കിയിട്ടില്ല, എനിക്ക് അരി വേവുന്ന ഒരു ഡൗട്ടാണ്, എന്നാലും ഉണ്ടാക്കി നോക്കണം പറഞ്ഞു. ഓക്കെ, ഒന്ന് ഉണ്ടാക്കി നോക്ക് കേട്ടോ. അരി വേവുന്ന ഡൗട്ടൊന്നും വേണ്ടടോ, കറക്റ്റായിട്ട് വേവാൻ പറ്റും. 1 1.25 ഗ്ലാസ്സൊക്കെ വെള്ളം എടുത്താൽ മതി. പിന്നെ വൈകുന്നേരം നമ്മള് എൻ്റെ കസിന് പ്രസവിച്ച് കിടക്കുകയാണ്. അപ്പൊ കുട്ടിനെ കാണാൻ വേണ്ടി പോവുകയാണ്. അവിടെ പോയിട്ടുള്ള വ്ളോഗൊന്നുമില്ല കേട്ടോ, ഞങ്ങൾ ജസ്റ്റ് പോകുന്നത് മാത്രം. അപ്പൊ ഞാൻ പോകുന്നുണ്ട്. മോനോട് ഞാൻ പറഞ്ഞു, നീ ആ ചായപാത്രം ഒന്ന് കഴുകി വെക്കുക ചോദിച്ചപ്പോ അവന് ശരി എന്നും പറഞ്ഞ് കഴുകി വെക്കുന്നുണ്ട്. എനിക്ക് 2 ലെയർ താടി ഉണ്ട് അല്ലേ, അയ്യോ അതൊന്ന് കുറയ്ക്കണല്ലോ. എൻ്റെ മുഖം വറ്റി പോയിട്ടുണ്ട്, എന്നാലും ഫാറ്റുള്ള പോലെ ഉണ്ട് ഇങ്ങനെ താടിൻ്റെ അവിടെ കാണുമ്പോൾ. അങ്ങനെ ഞങ്ങള് ആൽമരം അവിടെ നിൽക്കുകയാണ്. ഇവിടെ തന്നെ, അവിടുന്ന് ജസ്റ്റ് നടക്കേണ്ട ദൂരേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ ഹൈവേ ഒക്കെ ക്രോസ് ചെയ്യണ്ടേന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ 3 പേരും കൂടെ വന്നത് കേട്ടോ. പിന്നെ കുട്ടീനെയൊക്കെ കണ്ട് കുറെ നേരം അവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് നമ്മള് രാത്രി ആയിട്ടോ തിരിച്ചു വരാൻ. ഇറങ്ങിയപ്പോഴും കുറച്ച് സമയമായിരുന്നു. അവിടെ ഫുള്ള് കസിൻസ് ആണ്, 6-7 വീടുണ്ട്. പക്ഷെ എല്ലാ വീട്ടിലൊന്നും കയറാനൊന്നും സമയം കിട്ടിയില്ല. നമ്മള് കുട്ടീനെ കാണേണ്ട വീട്ടിലും പിന്നെ ഇവിടെ ഉമ്മാന്റെ ഇളയച്ചി ഇരിക്കുന്ന അവരുടെ വീടുണ്ട്, അവിടെയും മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് വന്ന് ഒരു ഫിലിമൊക്കെ ഇരുന്ന് കണ്ടു കേട്ടോ. രാത്രി ഒരു ലാലേട്ടന്റെ മോന് അഭിനയിച്ച ഒരു പ്രേതത്തിന്റെ ഫിലിം ഇറങ്ങിയിട്ടുണ്ടല്ലോ, OTT എന്താ നെറ്റ്ഫ്ലിക്സിലോ എന്തിലോ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്, എനിക്ക് ഓർമ്മയില്ല ഏതിലാന്ന്. അപ്പം അതൊക്കെ ഇരുന്ന് കണ്ട് രാത്രി കിടക്കാൻ ഏകദേശം നല്ലോണം സമയമായി. അത് കാരണമാണ് ഇന്ന് വ്ളോഗ്, അതായത് ഇന്നലെ വ്ളോഗ് ഇല്ലാണ്ടിരുന്നത് കേട്ടോ. പിന്നെ രാവിലെ എണിച്ചിട്ടാണ് ബാക്കിയുള്ളൊക്കെ കാര്യങ്ങൾ ഞാൻ ഇതിൽ കാണിക്കുന്നത്. എൻ്റെ
കുറേ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. ഫുള്ള് ക്ലീനിങ്ങും കാര്യങ്ങളുമായിട്ട്. അപ്പോൾ 2-3 ദിവസമായി നമ്മൾ മുറ്റം അടിച്ചു വാരിയിട്ട്. അപ്പം ഞാൻ രാവിലെ തന്നെ മുറ്റം അടിച്ചു വാരാൻ നിന്നു. ഇതിൻ്റെ ഇടയിൽ കുട്ടികൾക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് കൊണ്ടുപോകേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ. ഞങ്ങളുടെ വീട്ടിൽ 3 ചായ കുടിക്കും. ഫ്രഷ് ആയിട്ടാണ് ഉണ്ടാക്കുക. ഞാനും ഇക്കാൻ്റെ ഉമ്മയുമായി ഉമ്മയുമാണ് ചായക്കാർ. ഫ്ലാസ്ക് ചായ ഇഷ്ടമല്ല. അതെ, 3 ചായക്ക് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കുടിക്കണോണ്ടൊന്നും പ്രശ്നമൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനേക്കാൾ കൂടുതൽ ചായക്ക് കുടിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്കത് അങ്ങനെ വെച്ചു കൊടുക്കാം. അയൻകുട്ടൻ സ്കൂളിൽ പോയപ്പോൾ ജിനി അവന്റെ കൈ പിടിച്ച് പോയപ്പോ ഞാൻ ഓർത്തു എന്തോ ക്ലാസ് കൊടുത്തു വിടുകയാണെന്ന്. അതെ, ജിനി ഇന്ന് വീട്ടിലില്ലല്ലോ. എൻ്റെ സിസ് ഇങ്ങനെയാണ് മക്കളോട്. അവൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഞാനും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും, അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, എന്താ പറയാ, നിങ്ങളുടെ കട്ടില് വൃത്തിയാക്കി ഇടണം, ഡ്രസ്സ് വാഷിങ്ങിന്റെ അവിടെ കൊണ്ടുപോയിടണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലാസ് എടുത്തിട്ട് തന്നെയാട്ടോ ഞാൻ പോവാറുള്ളത്. അവർ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ എന്താണ്, ഞാൻ വേഗം വേഗം ഒന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട്. ഇനി എല്ലാവർക്കും തിരക്കാണ്. അടുത്ത മാസം ന്യൂ ഇയർ അല്ലേന്ന്. ന്യൂ ഇയറിന് ഇപ്പൊ തന്നെ തിരക്കണോ? അതിന്റെ ആവശ്യമുണ്ടോ? നിങ്ങളുടെ ചാനൽ ഞാൻ 2023 മുതൽ കാണാൻ തുടങ്ങിയതാണ്. താങ്ക് യു സോ മച്ച്. ഞാൻ 2022 മാർച്ച് 7-നാണ് നമ്മുടെ ചാനൽ തുടങ്ങിയത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇനി അത് നോക്കണം കേട്ടോ. പിന്നെ വലൈക്കും അസ്സലാം, എങ്ങോട്ടാണ് പോകുന്നത്? വേറെ ആരാ കൂടെ ചോദിക്കുന്നുണ്ട്. ഞാൻ കഹാനിയിലോട്ട് പോയ വ്ളോഗിലാണ്. എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. ഇക്ക എന്നെ പാലക്കാട് KSRTC സ്റ്റാൻഡ് വരെ വന്നിട്ട് എന്നെ ഡ്രോപ്പ് ചെയ്തു. അതിനുശേഷം ഇക്ക കൊൽക്കത്ത പോകാൻ വേണ്ടിയിട്ട് കോയമ്പത്തൂർ പോയി. പക്ഷേ ഇക്കാക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. ഫ്ലൈറ്റ് ക്യാൻസലായി. ഇപ്പോൾ ഫ്ലൈറ്റിന്റെ ആ ഒരു ഇഷ്യൂ നടക്കല്ലേ, ഡ്യൂട്ടി ടൈം കുറയ്ക്കാൻ പറഞ്ഞിട്ടും അങ്ങനെയൊക്കെ. അത് കാരണം ഇക്കാക്ക് പോകാൻ പറ്റിയില്ല. ഞാനാണെങ്കിൽ അങ്ങോട്ട് പോവുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ വരുമ്പോൾ ഇക്ക അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഉമ്മയും വാപ്പയൊക്കെ ഹോസ്പിറ്റലിലും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഏതാണ് എന്നുള്ളത്, അത് ഇൻസൈറ്റിന്റെ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ്. ഞാൻ പിന്നെ അതില് മിക്സും ചെയ്യാറുണ്ട് കേട്ടോ. കഹാനി എവിടെ ചോദിക്കുന്നുണ്ട്. കഹാനി നമ്മുടെ മണ്ണാർക്കാടാണ്. കുറേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറേ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മണ്ണാർക്കാടാണ്, കലടി കോളേജിന്റെ ഓപ്പോസിറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ കൗണ്ടർ ടോപ്പിൽ സ്റ്റിക്കറാണോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വാൾപേപ്പറാണ്. അത് ഏകദേശമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയതൊന്ന് മേടിക്കണം. ഈ പറഞ്ഞ പോലെ വാൾപേപ്പർ കേട് വരുമെന്നൊക്കെ എന്നോട് എപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്. കേട് വരും. ഏതൊരു സാധനത്തിൻ്റെയും അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാവുമല്ലോ. നമുക്ക് തന്നെ ഉണ്ട്. മനുഷ്യന്മാർ തന്നെ ഒരു എക്സ്പയറി ഡേറ്റ് വരെയല്ലേ ഉള്ളൂ ഇരിക്കുന്നത്. എന്നിട്ടാണോ സാധനങ്ങൾക്ക്? അപ്പൊ പിന്നെ നമ്മൾ അത് കേടുവരും, വേറെ മേടിച്ച് ഒട്ടിക്കേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് അത് ഒട്ടിക്കേണ്ടത്. പിന്നെ അതുപോലെ വാളും കേടുവരും കേട്ടോ. നമ്മളിപ്പോ ഒരു പെയിന്റ് അടിച്ച് നല്ല ഭംഗിയുള്ള ഒരു വാളിലൊന്നും കൊണ്ടുപോയിട്ട് ഒരിക്കലും ഒട്ടിക്കരുത്. മോശമാണ് തോന്നിക്കഴിഞ്ഞാൽ ഒട്ടിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷെ നല്ലൊരു വാളിൽ കൊണ്ടുപോയിട്ട് വാൾപേപ്പർ ഒട്ടിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ കിച്ചണിലെ വാളിൽ കുറെ കരിയും പൊടിയൊക്കെ പിടിച്ച കാരണമാണ് ഞാൻ വീഡിയോ വൃത്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അത് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അത് നമ്മൾ അഴിച്ചെടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് വലിച്ചെടുത്തു കഴിഞ്ഞാൽ പെയിന്റ് ഒക്കെ പോയിട്ട് ഒന്നുകൂടെ വൃത്തികേടായിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ വേറെ വാൾപേപ്പർ വാങ്ങിച്ച ശേഷം മാത്രം നമ്മൾ ഇത് വലിച്ചെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ അത് ഒട്ടിക്കാൻ നിൽക്കരുത് കേട്ടോ. ഒരു കുട്ടി ഇതുപോലെ ഒട്ടിച്ചിട്ട് ആകെ വൃത്തികേടായി എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വേഗം അത് പറയുന്നത് കേട്ടോ. പിന്നെ ആദ്യം ഉലുവ, ജീരകം, ഉള്ളി, മുളക് ഇട്ട് താളിച്ച ശേഷമാണ് പുളിവെള്ളം ഒഴിക്കാറ്. ഞാനും പാലക്കാടാണ്. അതെ, അങ്ങനെയും ചെയ്യാം ഞാൻ. പക്ഷെ ആ ഒരു പാത്രത്തിലോട്ട് എല്ലാം മിക്സ് ചെയ്തു. അത് കാരണമാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ലാസ്റ്റാണ് ഞാൻ താളിച്ചൊഴിച്ചത് കേട്ടോ. അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മത്തിക്കറി ഇല്ലേ, അതിന്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇന്ന് ഫുള്ള് ക്ലീനിങ് ആണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ കമന്റ് വായിക്കുന്നു, റിപ്ലൈ കൊടുക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു. എൻ്റെ പൊന്നു ജിനി, ഞാൻ ഇതുവരെ നിങ്ങളുടെ വീഡിയോക്ക് കമന്റ് ഇട്ടിട്ടില്ല. പക്ഷെ കാണും, ലൈക്ക് ചെയ്യും. ഞാനും ഒരു കുഞ്ഞു കുക്കിംഗ് വ്ലോഗ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളെ വീഡിയോക്ക് അഡിക്റ്റ് ആയി. എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, പ്രത്യേകിച്ച് ഉമ്മാനെയും ഉപ്പാനെയും നോക്കുന്നത്. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ വ്ലോഗ് ഒരുപാട് ഇഷ്ടമാണ് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും നിങ്ങളുടെ ചാനലൊക്കെ നന്നായിട്ട് വരട്ടെ. എന്താ ഈ പറഞ്ഞ പോലെ എഫേർട്ട് എടുക്കുക. എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക്
എവിടെ വരെ എത്താൻ പറ്റും. നമുക്ക് ഭാഗ്യം, നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിൽ ആരെങ്കിലും കൊണ്ടുവന്ന് തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഒരിക്കലും അതൊരു സക്സസ് ആവൂല. അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ നമുക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് എഫേർട്ട് എടുക്കുക. നമ്മളൊരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. അപ്പൊ നമുക്ക് തനിയെ സക്സസ് വരും. പിന്നെ പതുക്കെ ആണെങ്കിലും അതിനൊരു നിലനിൽപ്പ് ഉണ്ടാകും. പെട്ടെന്ന് പോണേക്കാട്ടിലും നല്ലത് പതുക്കെ വന്നിട്ട് നമ്മൾ ആ ഒരു നിലനിൽപ്പോടു കൂടി പോകുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. അതുകൊണ്ട് തന്നെ ഒരു ചാനൽ തുടങ്ങാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ തുടങ്ങുക. എനിക്ക് നല്ല വീടായിട്ട്, എനിക്ക് നല്ല ഫോണായിട്ട്, എനിക്ക് നല്ല അതായിട്ട് ഇതായിട്ട് എന്നൊന്നും പറഞ്ഞിരിക്കേണ്ട. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് തുടങ്ങുക. ഞാൻ എൻ്റെ ചാനൽ, എൻ്റെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ എൻ്റെ റെസിപ്പി വീഡിയോസ് ആണ് ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് സ്റ്റാർട്ട് ചെയ്തത് വിവോയുടെ ഒരു ഫോണിലായിരുന്നു കേട്ടോ. അന്നൊക്കെ എനിക്കത് ഭയങ്കര ക്ലാരിറ്റിയും ഭയങ്കര ഒരു സംഭവമായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിരുന്നത്. കാണുന്ന ആൾക്കാർ പറയും ക്ലാരിറ്റി ഇല്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും. പക്ഷെ ഞാൻ ഒരിക്കലും അത് വിട്ടുകൊടുക്കില്ലായിരുന്നു. പിന്നീടാണ് ഞാൻ എൻ്റെ ഓരോ വളർച്ചയിലും ഞാൻ എൻ്റെ ഓരോ കാര്യങ്ങളും മാറ്റാൻ തുടങ്ങിയത്. ഇപ്പൊ ഞാൻ ഐഫോണിലാണ് ഞാൻ വീഡിയോസ് എടുക്കാറുള്ളത്. പിന്നെ നിങ്ങൾ അതേപോലെ ഒരു ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ പതുക്കെ ഇരുന്നിട്ട് കാല് നീട്ടുക. പെട്ടെന്ന് അങ്ങ് കാല് നീട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വീണ് പോകത്തേ ഉള്ളൂ കേട്ടോ. പണ്ടത്തെ ആൾക്കാർ പറയുമല്ലോ ഇരുന്നിട്ട് കാല് നീട്ടിയാൽ മതി എന്നുള്ളതൊക്കെ. അതൊക്കെ വാസ്തവമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. പിന്നെ ഞാനിതാ ഇവിടേക്ക് ഒന്ന് വേഗം തുടച്ചെടുക്കുന്നുണ്ട്. കുട്ടികളുടെ റൂമൊക്കെ ഒന്ന് വേഗം സെറ്റാക്കി എടുത്തു. ഇനി കർട്ടനും കാര്യങ്ങളും ഒരു ദിവസം എടുക്കണം കേട്ടോ. പിന്നെ ഞാൻ എന്തൊക്കെയോ നോട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു സെറ്റിയുടെ താഴെ. സെറ്റിയൊക്കെ നന്നായിട്ടൊന്ന് പൊടി തട്ടി എടുക്കുന്നുണ്ട്. നിങ്ങളുടെ ബ്ലോഗ് അടിപൊളിയാണ്, ഫുഡ് കഴിക്കാൻ തോന്നുന്നു, അത്രയ്ക്ക് സൂപ്പറാണെന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. സോയ തൈറോയിഡ് ഉള്ളവർക്ക് നല്ലതാണോ? സോയ അതുപോലെ ക്യാബേജ് ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ തൈറോയിഡ് ഉള്ളവർക്ക് നല്ലതല്ല എന്ന് പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ വേറൊരു ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ പറഞ്ഞു, ഒരുപാട് ക്വാണ്ടിറ്റി കഴിക്കുന്നതാണ് നല്ലതല്ലാത്ത, നമുക്ക് ഇച്ചിരി കഴിക്കണോണ്ട് പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കഴിക്കാറുണ്ട്. ഞാൻ തൈറോയിഡ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഫുഡ് കൺട്രോൾ കാര്യങ്ങളൊന്നും ഞാനില്ല കേട്ടോ. അയ്യോ ഇവിടെയൊക്കെ ഫുള്ള് വിളിച്ച് പറയൽ തന്നെയാ സംഭവം. അപ്പം എന്തായാലും ഞാൻ എന്ത് ചെയ്തു, വേഗം കർട്ടൻ്റെ അവിടേക്കൊന്ന് പൊടി തട്ടി എടുത്തിട്ട് ഇനി സെറ്റി ഒന്ന് മാറ്റണം. ഒരു സെറ്റി എനിക്ക് എപ്പോഴും നീക്കാൻ പറ്റാറുണ്ട്. ഒരു സെറ്റിയുടെ അടിയിൽ പൊടിയുണ്ട് കേട്ടോ. അപ്പം അതിനെ കംപ്ലീറ്റ് നീക്കിയിട്ട് പൊടിയെടുത്ത് ഇതാക്കണം. ഇക്കാൻ്റെ ടോർച്ച് ഓണായി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊന്ന് വേഗം സെറ്റാക്കിയതാണ്. എന്തായാലും ഞാൻ വേഗം ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, സൊസൈറ്റി പാലിന് മാത്രമേ ഇത്ര പാൽപ്പാട് കിട്ടാറുള്ളൂ. അതെ ഞാൻ സൊസൈറ്റി പാൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും പാൽപ്പാടുള്ളത്. പിന്നെ പച്ചരി കഴുകി വാരി വെച്ചിട്ട് ഈ കഴുകല് കല്ലില്ലാണ്ട് എടുത്തുകൊണ്ട് കഴുകണം അങ്ങനെയൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. എനിക്ക് അതിനൊന്നും മെനക്കെടാൻ വയ്യടോ. അതാണ് ഒന്നാമത്. നമുക്ക് ചില കാര്യങ്ങളിൽ ഒരു മടി ഉണ്ടാവൂലേ, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം മേ ബി എനിക്ക് അത്. ഇനി ഭാവിയിൽ ഞാൻ ചെയ്യുമെന്ന് അറിയില്ല. ഇപ്പം എന്തായാലും എനിക്കത് ചെയ്യാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. എന്താ പറയുക, അരി ഇങ്ങനെ കഴുകി ഉണക്കി വെച്ച് അയ്യോ അലക്കുമ്പോൾ തന്നെ വയ്യ. കുറേ ആൾക്കാർ അത് ചെയ്യാറില്ല കേട്ടോ. ഈ പ്രോട്ടീൻ അധികം ഉപയോഗിക്കരുത്, പലർക്കും പല പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അത് നമ്മൾ നോക്കിയും കണ്ടൊക്കെ യൂസ് ചെയ്താൽ മതി. എപ്പോഴൊന്നും നമ്മൾ പ്രോട്ടീൻ എടുക്കുന്നില്ല, പക്ഷെ നമ്മൾ ചിക്കനും മട്ടനും ഒക്കെ ഡെയിലി എടുക്കണതും നല്ലത് തന്നെയാണ്. അതിൻ്റെ കൂടെ കുറേ വെജിറ്റബിളും ആഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് പ്രോട്ടീൻ എടുക്കുക, പ്രത്യേകിച്ച് ജിമ്മിൽ പോണവരൊക്കെ പ്രോട്ടീൻ എടുക്കണം. കാരണം നമ്മുടെ മസിൽസ് ഒക്കെ വീണ്ടും ഒന്ന് സ്ട്രോങ് ആവാനൊക്കെ പ്രോട്ടീന് വേണം. ഓക്കെ, ഇനിയിപ്പോൾ അറ്റ്ലീസ്റ്റ് 2 എഗ്ഗെങ്കിലും നമ്മൾ എടുക്കണം കേട്ടോ. ജിനിത സൂപ്പർ വീഡിയോ കണ്ടിട്ട് കുറച്ച് ദിവസമായി, ഡെയിലി കാണാൻ ശ്രമിക്കുക കേട്ടോ. അങ്ങനെ ഞാൻ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് വേഗം അടിച്ചു വാരിയിട്ടുണ്ട്. പിന്നെ കണ്ണാടി വെച്ച് ഇവിടേക്ക് ഒന്ന് സെറ്റാക്കി എടുക്കണം. പിന്നെന്താണ്, നിങ്ങൾ ചായ കുടിക്കുക, ഞാനും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ചായ കുടിക്കുന്ന ആൾക്കാർ കുറേ പേരുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ 2 നേരം കുക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ നമുക്ക് കമൻറ്റ് തന്നിട്ടുണ്ട്. ഇവിടെ മണിത്തക്കാളി ഇതൊരു ചീരയാണ്. നമ്മുടെ മണിത്തക്കാളിയുടെ വീഡിയോ ഇട്ടപ്പോഴേ, സുക്കട്ടിക്കായൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അതിന് ഒരുപാട് പല പേരുകളാണ് കേട്ടോ വന്നിട്ടുള്ളത്. ആദ്യമായിട്ട് കാണുന്ന കുറേ ആൾക്കാരുണ്ട്. ചൊടി എന്ന് പറഞ്ഞ എന്താ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പറഞ്ഞ പോലെ ഇവിടെ മണിത്തക്കാളി ഇതൊരു ചീരയാണ്, ചീരന്റെ മണിയാണ്. തമിഴ്നാട്ടിലെ
മണിത്തക്കാളി ചീര എന്ന് പറയും. ഇതിലെ ഇലയും ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഞങ്ങൾ ചെയ്യാറുണ്ട്, ഇല ഉപയോഗിക്കാറുണ്ട്, തോരനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇവിടെ പിന്നെ ഈ ഇല കേട് വന്നതുകൊണ്ട് നമ്മൾ എടുത്തിട്ടില്ല എന്ന് മാത്രം. അങ്ങനെ ഞാൻ ഹാളിലൊക്കെ ഒന്ന് വേഗം അടിച്ചു വാരി എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുട്ടികളുടെ ബുക്ക് ഈ ടേബിളിൽ ഒരുപാടുണ്ട് കേട്ടോ. ആ ഒരു സൈഡിൽ ടേബിൾ ഉണ്ടാവാറില്ലേ, ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതിനൊക്കെ എടുത്തിട്ട് നമ്മൾ വേറെ കൊണ്ടുവെക്കണം. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മൾ വോയിസ് ഓവർ കൊടുത്ത് ഞാനൊരു ഗതിയായിട്ടുണ്ട്. 40 മിനിറ്റ് ആകുമ്പോഴേക്കും 50 മിനിറ്റ് വീഡിയോ. അയ്യോ, എന്നൊന്നും നടക്കൂല. ഓക്കെ, പറ്റുന്ന പോലെയൊക്കെ അങ്ങ് പോവാന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ 2 ദിവസം വീഡിയോ ഇടാത്തോണ്ടുള്ള ഒരു ഇതാണ്. ഹൈലി റിസ്ക് എടുത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇതെന്ന് അപ്ലോഡായി കിട്ടുന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും നാളെ തന്നെ ഇടണം. അതായത് ഞാൻ ഈ വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്ന ദിവസം തന്നെ ഇടണം എന്നുള്ളൊരു പ്ലാനാണ് കേട്ടോ. വരുന്ന ഇനിയിപ്പോൾ അല്ലെങ്കിൽ ഞാനത് പറയാം. ഓക്കെ, കുട്ടികളുടെ ബുക്കൊക്കെ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഈ ടേബിൾ ഒന്ന് വൃത്തിയാക്കണം, ഒന്ന് അടുക്കി പെറുക്കി വെക്കണം. സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ, എല്ലാതും അല്ല. എന്നാലും ഈ ബുക്കുകളൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് അവരുടെ ഈ ഒരു ഭാഗത്ത് ഞാൻ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ കൊണ്ടുപോയി വെക്കാൻ വിചാരിച്ചു. കുറേ ബുക്ക് അവിടെയും കുറേ ബുക്ക് ഇവിടെയും. അപ്പൊ എല്ലാം ഒരു ഭാഗത്തേക്ക് വെക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എല്ലാം ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു 2 സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ലല്ലോ. ഒന്ന് ഇന്നലെ സൺഡേ നമ്മൾ ആ പയ്യൻ വന്നിട്ട് മേടിച്ചില്ലേ, ആ ഒരു കണ്ടെയ്നർ. ഉള്ളിൽ സ്റ്റീലാണ്, പുറത്ത് ഇതുപോലെ ഒമലിലൊക്കെ വെക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് എനിക്ക് യൂസ്ഫുൾ ആകുന്നത് കറി, ഉപ്പേരി ഇങ്ങനത്തെയൊക്കെ ഒഴിച്ചിട്ട് അടച്ചു വെക്കാനായിരിക്കാം മേ ബി എനിക്കിത് യൂസ്ഫുൾ ആകുന്നത്. പിന്നെ ഒരു മസാലയുടെ ഒരു പാത്രം ഉണ്ട് കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ഇത് എൻ്റെ താത്ത അയച്ചു തന്നതാണ്. ഇടയ്ക്ക് ഇതുപോലത്തെ ഓരോ സംഭവങ്ങൾ അയച്ചു തരാറുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ അത് രണ്ടും ഇപ്പൊ തൽക്കാലം ഈ ഒരു ഷോക്കേസിൽ ഇരുന്നോട്ടെ. ഈ 2 ഷോക്കേസും നമുക്ക് വൃത്തിയാക്കാനുണ്ട്. പിന്നെ റൂമുകളുടെ ഷോക്കേസും നമുക്ക് വൃത്തിയാക്കാനുണ്ട്. അത് ഓരോ ദിവസം ഓരോന്നിനെ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. എല്ലാം കൂടെ ഒന്നിച്ച് വലിച്ചു വാരി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അവിടെ തല കറങ്ങി വീഴത്തേ ഉള്ളൂ. അത്രയും സാധനങ്ങൾ ഉണ്ടാവും അതിൽ. അപ്പൊ അതും കൂടെ ശ്രദ്ധിക്കുക. നമ്മൾ ക്ലീൻ ഒക്കെ ചെയ്യുമ്പോൾ ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് പോകുക. എല്ലാം പ്ലാസ്റ്റിക് താഴെ ഇട്ടിട്ട് അവിടുന്ന് ഞാൻ തന്നെ പെറുക്കിയെടുത്തു 2ാം പണിയിലെ. അങ്ങനെ നമ്മളെ ബിരിയാണി പോട്ടും ഞാൻ ഈ ഒരു ഭാഗത്ത് തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ സ്റ്റെയർ കേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരാണ്ടായിരുന്നു. മാറാലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ. അപ്പൊ ഒന്ന് അടിച്ചു വാരി എടുക്കാന്ന് വിചാരിച്ചു. ഇനി മാറാലൊക്കെ തട്ടിയിട്ട് ഒരു ദിവസം ക്ലീൻ ചെയ്തിട്ട് എടുക്കണം. അന്ന് കർട്ടനും കാര്യങ്ങളൊക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. കർട്ടനിൽ തന്നെ അത്യാവശ്യം പൊടി ഉണ്ടാവും. അപ്പൊ ഞാൻ അന്ന് അങ്ങനെ എടുക്കാന്ന് വിചാരിച്ചു. വേഗം ഞാൻ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലുള്ള മാറാലയും പൊടിയും ഒക്കെ ഒന്ന് തട്ടിയെടുത്തിട്ടുണ്ട്. എത്ര പെട്ടെന്നാലേ മാറാല വരിക. ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ മാറാല ഇപ്പൊ തട്ടുന്നുണ്ട്. എന്നിട്ടും കാണും. ചിലപ്പോൾ മാറാല തട്ടിയിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും അപ്പുറത്ത് ഒരു മാറാല കാണാം. ഇന്നിപ്പോ സിറ്റൗട്ടിലത്തെ തട്ടിയിട്ടില്ല, കാർപോർച്ചത്തെ മാറാലയൊക്കെ തട്ടിയാണ്ട് ഇങ്ങനെ തിരിച്ച് വരുമ്പോഴുണ്ട് സിറ്റൗട്ടിൽ ആ കമ്പിന്റെ ഇടയിൽ കൂടെ മാറാലുണ്ട്. ഇനി അത് നാളെ തട്ടിയെടുക്കാന്ന് വിചാരിച്ചു. നമ്മളിങ്ങനെ ഓരോ ഭാഗത്ത് തട്ടി വരുമ്പോഴത്തേക്കും അടുത്ത ഭാഗത്ത് താക്കും. എന്നിട്ട് ആരെങ്കിലും വരുന്ന സമയത്ത് മാറാല ഉണ്ടാവുമ്പോ ഓല് വിചാരിക്കെന്താ, ഈ കുട്ടി മാറാല എന്നും തട്ടൂലെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ. പിന്നെ വിചാരിക്കണവര് വിചാരിക്കട്ടെ. ഓര് അങ്ങനെ വിചാരിക്കണു ഇങ്ങനെ വിചാരിക്കണു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലേ നമുക്ക് ജീവിക്കാൻ പറ്റൂല. നമ്മളെ ഇഷ്ടം പോലെ നമ്മുടെ സൗകര്യം പോലെ അങ്ങ് ജീവിക്കാം. നമ്മുടെ വീടല്ലേ, തട്ടിയാലും തട്ടിയില്ലെങ്കിലും നമ്മളല്ലേ അതിനുള്ള ഒരു ഇത്. അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ അങ്ങ് ജീവിക്കാം. നമ്മുടെ ലോകത്തിലെ ഏറ്റവും കംഫർട്ട് സോൺ പറയുന്നത് നമ്മുടെ വീടാണ്. അപ്പൊ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ എല്ലാ ഇമോഷൻസും നമുക്ക് എടുക്കാൻ പറ്റുക. നമുക്ക് വെയ്യെങ്കിൽ വീട് അങ്ങനെ കിടക്കണേ കിടക്കട്ടെ, വെയ്ക്കുകയാണെങ്കിൽ ചെയ്താൽ മതി. അങ്ങനെയുണ്ട്. ഇതൊക്കെ ഞാൻ കേട്ടത് വീണ നായറിന്റെ ഒരു വീണ നായർ തന്നെയല്ലേ, അയ്യോ അവരുടെ ഒരു വ്ളോഗിലാണ് കേട്ടോ ഞാനിതെല്ലാം കേട്ടത്. അവരിങ്ങനെ പറയുമ്പോൾ അതിനു മുമ്പേക്ക് നമ്മൾ വിചാരിച്ചേക്കുന്നത് ഇതൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ നാട്ടുകാർ വരുമ്പോ അല്ലെങ്കിൽ വേറെ വീട്ടുകാർ വരുമ്പോ ഓലെന്താ വിചാരിക്കുക, ഓലെ വിചാരിക്കണോ ഓല് വിചാരിക്കൂല, നമ്മളത് വിചാരിച്ചിട്ട് നമ്മൾ ജീവിക്കൂല എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ. ചിലപ്പോ അവരുടെ വീട് ഇതിനെക്കാട്ടിലും മോശമായിരിക്കും. എന്നാലും ചില ആൾക്കാർ പറയണ്ട അവിടേക്ക് ഇങ്ങനെ ഇരുന്ന് കുറ്റം പറയും. എന്നിട്ട് അവരോട്ട് നല്ല ആൾക്കാരായിരിക്കൂല കേട്ടോ. അങ്ങനെയുണ്ട് കുറെ ആൾക്കാരില്ലേ. അപ്പൊ എന്തായാലും നമ്മള്
അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാണ്ട് വേഗം വേഗം ചെയ്യാം. പിന്നെ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി എടുത്തു. ഞാൻ ഇന്ന് മുറ്റം ഒരു സൈഡിലും ഫ്രണ്ട് ഏരിയയിലുമാണ് അടിച്ചു വാരിയത്. പിന്നെ ഈ സിമെന്റ് ഇട്ട് അവിടെ അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു. ഇനി ഈ സൈഡിലോട്ട് ഞാൻ നാളെ അടിച്ചു വാരാ വിചാരിച്ചു കേട്ടോ. 2-3 ദിവസം ആയതുകൊണ്ട് അത്യാവശ്യം ഇല ഉണ്ടായിരുന്നു. പിന്നെ തുണികളൊക്കെ ഒന്ന് വേഗം തോരിയിട്ട് എടുത്തിട്ട് ഉള്ളിലൊക്കെ ഒന്ന് തുടച്ച് എടുക്കണം. അങ്ങനെ നമ്മുടെ 2 ദിവസം ഞാൻ ചെയ്ത് കൂട്ടിയ കുറച്ച് പണികളാണ്. ഇത് ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊന്നും എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് വോയിസ് ഓവർ കൊടുക്കാൻ ഞാൻ നല്ലോണം ബുദ്ധിമുട്ടി. അതുകൊണ്ട് തന്നെ നമ്മുടെ വോയിസ് ഓവറിൽ കുറച്ച് ഞാൻ മ്യൂസിക് ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് കേട്ടോ. ഞാൻ ഏറെക്കുറെ ക്ഷീണിച്ചു, അതുകൊണ്ടാണ്, നിങ്ങളൊന്ന് മനസ്സിലാക്കണേ. പിന്നെ ഈ ഒരു ഭാഗത്ത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു വിട്ടു കേട്ടോ. കാരണം അവിടെയൊക്കെ ഇച്ചിരി പൊടിയുള്ള പോലെ എനിക്ക് തോന്നി. അയ്യോ എനിക്ക് വയ്യ. അതായത് നമ്മൾ ഇവിടെ കുറച്ച് പൊടി ഉണ്ടായിരുന്നു. എനിക്ക് വയ്യാന്ന് പറഞ്ഞത് ഫുൾ അനൗൺസ് ചെയ്ത് ഇങ്ങനെ പോവല്ലേ, നമ്മുടെ വ്ളോഗിലേക്ക് അത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അവിടേക്ക് ഒന്ന് സെറ്റാക്കി എടുത്ത ശേഷം ഞാൻ ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാവിടെയും തുടച്ചും കൂടെ എടുക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ബാക്കിയുള്ള ഭാഗത്ത് ഞാൻ മ്യൂസിക് ഇട്ടിട്ട് വിടുകയാണ്. കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ എന്തായാലും കണ്ട് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ വ്ളോഗ് വഴി അറിയിക്കുക. ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ ഒട്ടും മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ അതിലേറെ മറക്കരുത് കേട്ടോ. അപ്പം നമ്മൾ ഇതിലൊരു റെസിപ്പിയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് അങ്ങോട്ട് നമ്മുടെ വീഡിയോ ഇന്നത്തേക്ക് വൈഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ. ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.